അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലൻ നബിയിൽ മുസ്തഫൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഅൻത റബ്ബുൽ അർശിൽ അദീം. മാ ശാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത വസല്ലംത വബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആമുഖങ്ങളിലേക്കൊന്നും കടക്കാതെ കുറേ അറിവുകൾ സമ്പാദിച്ച നിങ്ങളുടെ മുന്നിൽ ഒരൽപ്പം കാര്യങ്ങൾ മാത്രം എൻ്റെ മനസ്സിനെയും എൻ്റെ ആത്മാവിനെയും ഉണർത്തുക എന്നുള്ളൊരൊറ്റ ലക്ഷ്യത്തോടെയും അതോടൊപ്പം ഇത് കേൾക്കുന്ന നിങ്ങളിലും ഹൃദയാന്തരങ്ങളിൽ എന്തെങ്കിലും ഒരു ആന്തോളനം സൃഷ്ടിക്കാൻ ഇത് നിമിത്തമായെങ്കിൽ നമുക്കൊക്കെ അത് ആഖിറത്തിൽ ഒരു ഉപകാരപ്പെടുമല്ലോ എന്ന് പ്രതീക്ഷയോടുകൂടെ ഒരൽപ്പം ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സർവശക്തനായ റബ്ബ് അതിനെ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഈ ഒരു സംവിധാനവുമായി മുന്നോട്ട് പോകാൻ ഇതുവരെ തുടർച്ചയായി നിങ്ങൾക്ക് സാധിച്ചതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നല്ലവരായ സുമനസ്സുകൾക്കും ഈ ഒരു നന്മയുടെ തീരത്തേക്ക് നമ്മൾ എത്തിച്ചേരാൻ പ്രധാന കാരണക്കാരായ നമ്മുടെ മാതാപിതാക്കൾക്കും, അവരിൽ അധിക പേരുടെയും മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവരായിരിക്കും. സർവശക്തനായ റബ്ബ് അവരുടെ ഖബറിൽ മക്കളായ നമ്മൾ കൊണ്ട് വെളിച്ചം ലഭിക്കുന്ന ഒരു സാഹചര്യം അല്ലാഹു നൽകുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. ഈ കൂട്ടായ്മയിൽ പങ്കാളികളായ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളും വേദനകളുമൊക്കെ അല്ലാഹു പരിഗണിക്കുകയും പരിഹരിക്കുകയും ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ്. നമ്മളൊക്കെ സർവശക്തനായ ജഗന്നിയന്താവായ റബ്ബിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മതത്തിൻ്റെ അനുയായികളാണ്. മാത്രമല്ല, ഈ ലോകത്തെ ഏറ്റവും വലിയ സൗഭാഗ്യത്തിനുടമയാണ് ഈ പറയുന്ന ഞാനും നിങ്ങളും. അള്ളാഹു നമ്മൾ അതിൽ തന്നെ നിലനിർത്തി തരുമാറാവട്ടെ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം ഹിദായത്താണെന്നാണ് മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. നല്ലൊരു മാർഗം ലഭിച്ചവരാണ് നമുക്ക് സർവശക്തനായ റബ്ബിൻ്റെ ഇഷ്ടപ്പെട്ട മതത്തിൻ്റെ അനുയായിയാകാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. മാത്രമല്ല, മുൻഗാമികൾക്ക് ആർക്കും ലഭിക്കാത്ത വലിയൊരു സൗഭാഗ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട്, അള്ളാഹു നൽകിയിട്ടുണ്ട്. അത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടദാസൻ്റെ അനുയായിയാകാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് മുത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായിയായി ഉമ്മത്തായി ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചു എന്നുള്ളത് മഹാസൗഭാഗ്യമാണ്. അതെങ്ങനെയാണ് സൗഭാഗ്യമാകുന്നതെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരേണ്ടതില്ല. ഈ ലോകത്തിലെ അവസാനം വന്ന പ്രവാചകൻ നമ്മുടെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്നാൽ സ്വർഗത്തിൻ്റെ സൂക്ഷിപ്പുകാരനും സ്വർഗത്തിലേക്ക് ആദ്യം പ്രവേശിക്കുന്നതും അവസാനം വന്ന പ്രവാചകനാണെന്ന് പറയുമ്പോൾ ആ പ്രവാചകൻ്റെ അനുയായി ആകാൻ ഭാഗ്യം ലഭിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിച്ച മഹാഭാഗ്യങ്ങളിലൊന്ന്. സർവശക്തനായ റബ്ബ് ഈ ഒരു മഹാഭാഗ്യത്തിൽ തന്നെ നിലനിന്ന്
ഈമാനോടുകൂടി ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗത്തിലേക്കെത്താൻ സർവശക്തൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. നമുക്ക് ലഭിച്ച സൗഭാഗ്യമെന്നത് ഈ ഭൂമി ലോകത്തേക്ക് പിറന്നു വീണ സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടനായ അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത ഇഷ്ടദാസനായ ഒരു നേതാവിൻ്റെ അനുയായിയാകാനാണ്. ഈ ഒരു സൗഭാഗ്യം മുൻഗാമികൾക്കാർക്കും ലഭിച്ചിട്ടില്ല. ആയിരക്കണക്കിന് വർഷക്കാലം ഈ ഭൂമി ലോകത്ത് ജീവിച്ചു പോയ മുൻഗാമികളായ നമ്മുടെ ഉപ്പാപ്പമാർക്കൊന്നും ലഭിക്കാത്തൊരു സൗഭാഗ്യം വെറും 60-ൻ്റെയും 70-ൻ്റെയും ഇടയിൽ ശരാശരി പ്രായമുള്ള ഈ ആധുനിക കാലഘട്ടത്തെ മനുഷ്യന്മാർക്ക് അവർ മുൻഗാമികൾ നേടിയെടുത്തതിനേക്കാളും വലിയ സൗഭാഗ്യങ്ങളും പ്രതിഫലങ്ങളും നേടിയെടുക്കാൻ ഈ ഉമ്മത്തിന് സാധിക്കുന്നതും ആ ഒരു നേതാവിൻ്റെ തണലിൽ, ആ ഒരു നേതാവിൻ്റെ പിൻഗാമിയായി അല്ലെങ്കിൽ പിന്മുറക്കാരായി അനുയായികളായി ജീവിക്കാൻ നമുക്ക് സാധിച്ചത് കൊണ്ട് തന്നെയാണ്. ചരിത്രത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, സമയം വളരെ പരിമിതമാണ്. ദീർഘമായി സംസാരിക്കുന്നത് അരോചകമാണെന്ന് തിരിച്ചറിവ് എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു നമുക്ക് നൽകിയ മഹാഭാഗ്യം ഈ പ്രവാചകൻ്റെ മുത്തുനബി തങ്ങളുടെ അനുയായിയാകാൻ കഴിഞ്ഞു എന്നുള്ളതാണെന്ന് ഞാൻ സൂചിപ്പിച്ചുവല്ലോ.